വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഒരു 10 മിനിറ്റ് ഇഅ്തികാഫ് നിയത്തോടെ എല്ലാവരും ഇരിക്കുക. അള്ളാഹു ഈ പരിശുദ്ധ റമളാൻ നാളെ രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹു മാറ്റിവെച്ച, അള്ളാഹു തെരഞ്ഞെടുത്ത, അള്ളാഹു ലക്ഷണങ്ങൾ കാണിച്ചു കൊടുക്കുന്ന, അള്ളാഹു അനുഗ്രഹങ്ങൾ കോരിച്ചൊരിയുന്ന, അള്ളാഹു അവന്റെ റഹ്മത്ത് കൊണ്ട് പൊതിയുന്ന സദ്വിഭാഗത്തിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. 30 തറാവീന് ശേഷം 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ജീവിതത്തിൽ ചേർത്തി വെക്കാവുന്ന സുപ്രധാനമായ ചൊല്ലാനും ചെയ്യാനുമുള്ള ഹദീസിൽ അറിയപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തലാണ് പതിവായി തറാവീന് ശേഷം ഈ വിനീതന്റെ സ്വഭാവം. ഏറെക്കുറെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും, അത് നിങ്ങൾക്കും പറഞ്ഞു തരാമെന്ന് മാത്രം. ഇന്ന് ആദ്യത്തെ രാവായത് കൊണ്ട് ഞാൻ എന്നോട് നിങ്ങളോടും ആദ്യമായും ആത്മാർത്ഥമായും ആവർത്തിച്ചു ഉണർത്തുന്നത്, ഒരൊറ്റ ദിവസവും തറാവീഹ് മിസ്സാവരുത് എന്ന് ഇന്ന് തീരുമാനമെടുക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമുക്ക് രക്ഷപ്പെടാൻ അങ്ങനെ ഓരോ തീരുമാനങ്ങളാണ് ഈ ബാക്കിയുള്ളത്. നമ്മളിങ്ങനെ കുറെ ആയിട്ട് ദ്വാരക്കാണ്, ബല്ലിഗ്നാ റമളാൻ ബല്ലിഗ്നാ റമളാൻ. അപ്പൊ അള്ളാഹ് തന്നിട്ട് എന്താ ചെയ്യാനുള്ളത്? പത്തൊക്കെ മുറിച്ചിട്ട് ജ്യൂസ് അടിച്ച് കുടിക്കുക, സമൂസ ഒന്നായിട്ട് പള്ളി കാക്കുക. ഇതിനപ്പൊ ബല്ലിഗ്നാ റമളാൻ എന്ന് പറഞ്ഞ് അതൊക്കെ എല്ലാവരും തിന്നണാണ്, ചെയ്യും വേണം. നോമ്പറക്കൽ ഉളരി ചെയ്യൽ സുന്നത്താണ്, അതിലും തർക്കമൊന്നുമില്ല. പക്ഷെ ബല്ലിഗ്നാ റമളാന്റെ മർമ്മ അതൊന്നും. നമുക്ക് അള്ളാഹ് തന്നു, ചോദിച്ചത് തന്നു. ചോദിച്ചിരുന്ന കുറെ ആളുകൾ ഇപ്പൊ ഖബറിലാണ്. അള്ളാഹു ബാരിക്കനാ ഫി റജബിൻ വ ശഅബാൻ ബല്ലിഗ്നാ റമളാൻ ദ്വാരനീന്ന് പല ആളുകളും ഇപ്പൊ ഖബറിലാണ്. അപ്പോഴേ നമ്മളിവിടെ ആയതിന്റെ നിഅമത്ത് മനസ്സിലാവുള്ളൂ. അങ്ങനെ ദ്വാരനീന്ന ആളുകളും ദ്വാക്ക് നേതൃത്വം കൊടുത്തിരുന്ന ആളുകളും ദ്വാ പഠിപ്പിച്ചു കൊടുത്തിരുന്ന ആളുകളും ഇപ്പൊ ഖബറിലാണ്. പക്ഷെ നമ്മളിപ്പോ അൽഹംദുലില്ലാഹ് തറാവീഹ് നിസ്കരിക്കാൻ പള്ളിന്റെ ഉള്ളിലായി. ഇനി വേണ്ടത് ശുക്റാണ്. ഒന്നാമത്തെ ശുക്ർ ബല്ലിഗ്നാ റമളാൻ എന്നുള്ളതിന് അള്ളാഹ് ഇജാബത്ത് നൽകിയാൽ ഒന്നാമത്തെ ശുക്ർ റമളാനിൽ സ്പെഷ്യലായി സുന്നത്തായ തറാവീഹ് എന്റെ ജീവിതത്തിൽ ഞാൻ ലാസ്റ്റ് വരെ കാത്തു രക്ഷിക്കും എന്നൊരു തീരുമാനമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. തറാവീഹ് ചെറിയ കാര്യമല്ല കേട്ടോ. ഞാൻ ഒരു ഹദീസ് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. പലപ്പോഴും നിങ്ങൾ കേൾക്കുന്ന ഒരുപാട് ഹദീസുകളുണ്ട്, അതല്ലാത്തൊരു ഹദീസ് പറയാനാണ് ആദ്യം ശ്രമിക്കുന്നത്. ഇന്നല്ലാഹ ഫറള സിയാമ റമളാൻ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിലെ നോമ്പ് നിങ്ങൾക്ക് ഫറളാക്കി. വസന്നൻതു ലക്കും ഖിയാമ. അതിലെ രാത്രി നിന്ന് നിസ്കാരം തറാവീഹ് ഞാൻ നിങ്ങൾക്ക് സുന്നത്താക്കിയിട്ടുണ്ട്. അപ്പൊ അള്ളാഹ് ചെയ്യാത്തൊന്ന്, അള്ളാഹ് കൽപ്പിക്കാത്തൊന്ന്, അള്ളാഹ് അംഗീകരിക്കാത്തൊന്ന് റസൂല് ചെയ്തു എന്നല്ല, അതിനുള്ള അധികാരം ഹബീബിന് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ഒമാ യംതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹയ്യുഹ. പക്ഷെ ഭാഷയിലെ വ്യത്യാസങ്ങളൊക്കെ എനിക്ക് ഉണ്ടാവുന്നു മാത്രം. നിങ്ങൾക്ക് അള്ളാഹു തആല ഫർളാക്കി തന്ന നോമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു സംഗതി സുന്നത്താക്കി തരുന്നുണ്ട് എന്ന്. എന്താണത്? തറാവീഹ് നിസ്കാരമാണ്. എന്നിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഫമൻ സാമഹു വഖാമഹു ഈമാനൻ വഹ്തിസാബൻ ഖറജ മിൻ ദുനൂബിഹി കയൗമ ഔ കയൗമിൻ വലദത് ഉമ്മുഹു നബിയുനാ റസൂലുള്ളാഹി. റമളാൻ 30 വരെ ആദ്യത്തെ രാവിൽ ഈ മുത്തല്ലിം പറഞ്ഞ ഹബീബിന്റെ ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ കൊത്തിവെക്കണം. ഫമൻ സാമഹു വഖാമ. അതുകൊണ്ട് റമളാനിൽ പകൽ സമയത്ത് ആരെങ്കിലും നോമ്പനുഷ്ഠിക്കുകയും വഖാമ രാത്രിയിൽ തറാവീഹ് നിസ്കരിക്കുകയും ചെയ്താൽ, എങ്ങനെ? ഈമാനൻ അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട്, വഹ്തിസാബൻ അള്ളാഹിങ്കൽ നിന്നുള്ള പ്രതിഫലം ലാക്കാക്കി. വേറെ ഉദ്ദേശമൊന്നുമില്ല. കുറെ കൊളസ്ട്രോൾ ഉണ്ട്, അപ്പൊ റംസാൻ മുമ്പ് കുറെ നടന്നിരുന്നു. ഇപ്പൊ ഏതായാലും തറാവീഹ് ആകുമ്പോ ഒരു എക്സർസൈസ് ആണല്ലോ, അപ്പൊ കൊഴുപ്പാണ്ട് നീങ്ങി പോയിക്കോളും, നെയ്പ്പാടകളൊക്കെ ഉണ്ട് ഇളകി പോയിക്കോളും എന്നുള്ളവർക്ക് ഏതായാലും ആയിക്കോട്ടെ എന്നൽക്ക് 4 കുത്തിമറൽ എന്ന ഉദ്ദേശത്തിനല്ല. അല്ലെങ്കിൽ എല്ലാരും പോകുമ്പോ നമ്മള് പോയിരുന്ന മോശമല്ലേ? അങ്ങനെയല്ല. എനിക്ക് എന്റെ റബ്ബിന്റെ ഈ നോമ്പോട് കൂടി നാളെ സ്വർഗം കിട്ടും. ആ റബ്ബിന്റെ തൃപ്തിക്കും പ്രതിഫലത്തിനും വേണ്ടി ആരെങ്കിലും റമളാനിലെ രാത്രിയിൽ സുന്നത്തായ തറാവീഹിൽ കാർക്കശ്യം പുലർത്തി പങ്കെടുത്താൽ ഖറജ, ശവ്വാൽ 1 സംഗതി പറയാം, ഖറജ മിൻ ദുനൂബിഹി, അവന്റെ ദോഷപങ്കിലമായ കറുത്ത അധ്യായങ്ങളിൽ നിന്ന് അവൻ രക്ഷപ്പെടും, പുറപ്പെടും. ഏതുപോലെ? കയൗമ വലദതു ഉമ്മുഹു. എന്റെ ഉമ്മ എന്നെ പ്രസവിച്ച ഡേറ്റ് എനിക്ക് പാസ്പോർട്ട് നോക്കിയാൽ മനസ്സിലാവും, നിങ്ങൾക്കൊക്കെ പാസ്പോർട്ട് നോക്കിയാൽ മനസ്സിലാവും. അന്ന് ആ പ്രസവിക്കപ്പെട്ട സമയത്ത് പേറ്റാച്ചിന്റെ കയ്യിൽ നമ്മൾ കിടന്ന് പടഞ്ഞ് കരിയുമ്പോ എങ്ങനെയായിരുന്നു അള്ളാഹ് നമ്മളെ കണ്ടിരുന്നത്, അങ്ങനെയാണ് കാണുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്താ അന്നത്തെ പ്രത്യേകത?
നിങ്ങളൊന്ന് പറയാം അന്നത്തെ പ്രത്യേകത എന്താ? പേറ്റാച്ചന്റെ കയ്യിൽ നമ്മള് വാന്നറിയിട്ട് കരഞ്ഞിരുന്നില്ല. അന്നത്തെ പ്രത്യേകത എന്താണ്? അപ്പാണ്ട് മരിച്ചാല് ഞാനെ സ്വർഗത്ത് അതെന്നെ തറാവിസ്കരിച്ചാലും കിട്ടും. ഇനി ഇത് മുടക്കിയാല് ഓന്റെ തലയിൽ ആഖിറയില്ല എന്നല്ല മനസ്സിലായി. അതുകൊണ്ട് 30 ദിവസവും ഈ ഹദീസ് മറക്കരുത്. എന്നാ വേറെ ഹദീസ് നിങ്ങൾ എപ്പോഴും കേൾക്കുന്നത് കേട്ടോ, മൻ സാമ റമളാന ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. മറ്റൊരു റിവായത്തിൽ മൻ ഖാമ റമളാന ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. രണ്ടും കൂടി ചേർത്തി പറഞ്ഞാൽ റമളാനിൽ ആരെങ്കിലും പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടി ദൃഢരൂഢമൂലമായ വിശ്വാസത്തോടുകൂടി വ്രതമനുഷ്ഠിക്കുകയും രാത്രിയിൽ തറാവി നിസ്കരിക്കുകയും ചെയ്താൽ ഗുഫിറ ലഹു, അവന് പൊറുക്കപ്പെടും. അവന്റെ ഏടിൽ നിന്ന് എല്ലാ തോന്നിയാസങ്ങളും അല്ലാഹു തആല മായ്ക്കും. മാ തഖദ്ദമ, മുന്തി ചെയ്തതൊക്കെ. ഇനി ആരോടും മിണ്ടണ്ട, റിപ്പോർട്ടിലുണ്ട് വമാ തഅഖറ, ഇനി ചെയ്യാൻ പോകുന്നു. ഈ ഹദീസ് ആദ്യം കേൾക്കാമല്ലോ ഉസ്താദേ. അപ്പൊ ഇനി പെരുന്നാളൊന്നും അടിച്ചുപൊളിയാക്കാന്ന് തീരുമാനിക്കണ്ട. അതിനൊരു വ്യാഖ്യാനം ഉണ്ട്. എന്താ വ്യാഖ്യാനം എന്നറിയോ? ഇനി എല്ലാവർക്കും കൂടി ചെയ്യാന്നല്ല, മഹാന്മാരായ പണ്ഡിതന്മാർ ഇതിന് കൊടുത്തൊരു വ്യാഖ്യാനം. തറാവി 30 റമളാനിൽ അള്ളാഹ് പൊരുത്തപ്പെട്ട രൂപത്തിൽ ഇഖ്ലാസോടെ നിസ്കരിച്ചാൽ ശവ്വാലിന്റെ ശേഷം ഓന് ഇത്തിരി പ്രശ്നങ്ങളൊക്കെ മനുഷ്യൻ നിൽക്കുന്നുണ്ടാവും, പക്ഷെ വലിയ തെമ്മാടിത്തരം ചെയ്യൂല. അള്ളാഹ് കാക്കും. ആ കൂട്ടത്തിൽ അള്ളാഹ് ഉൾപ്പെടുത്തട്ടെ. അതാണ് എന്റെ അർത്ഥം. അപ്പൊ ശവ്വാല് 1-ന് തറാവി ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ വ്യഭിചരിക്കൂല, സിനിമ കാണൂല, പലിശവുമായി ബന്ധപ്പെടും, തമ്മാടിത്തരങ്ങൾ ചെയ്യൂല, കട്ടുമുടിക്കൂല, ഗീബത്ത് പറയില്ല. അവര് ബ്രേക്ക് കൊണ്ടുവരും. ഇത് ശവ്വാൽ 1-ന് നമുക്ക് ഉണ്ടാവും. തറാവിയും മർമ്മത്ത് കൊണ്ട് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് ഇന്നത്തെ ഒരു തീരുമാനം, റമളാൻ 30 വരെ തറാവി. ശവ്വാൽ 1-ന് ഞാൻ തറാവി നിസ്കരിക്കുന്നു. അത് ശരി, ഇഖ്ലാസ് കൂടി കണ്ട് അവിടെ എത്തിയ അത് ഞങ്ങളൊന്നും ഇങ്ങോട്ട് ശരിയാക്കാൻ വേണ്ടി വെറുതെ ഒന്ന് ചോദിച്ചാണ്. ശവ്വാൽ 1-ന് തറാവി ഇല്ല. റമളാൻ 30 വരെ തറാവി. ആരെ അതിന്റെ അടുത്ത് പറഞ്ഞു ശവ്വാൽ 1-ന് ഞാൻ മുടക്കൂല എന്ന് പറഞ്ഞു. തറാവി ഇല്ല. ഞങ്ങളൊന്ന് ലെവലാക്കാൻ വേണ്ടി, ശ്രദ്ധ കിട്ടാൻ വേണ്ടി തമാശാക്കിയതാണ്. അപ്പൊ തറാവി റമളാൻ 30 വരെ ഒരൊറ്റ ദിവസം. ഇനി അഥവാ പള്ളിയിൽ വന്നിട്ട് ഇമാമിന്റെ പിറകെ നിസ്കരിക്കാൻ പറ്റിയില്ല, കച്ചവടത്തിന് തിരക്കൊക്കെ ലാസ്റ്റ് ഉണ്ടെങ്കിൽ പോയിട്ടെങ്കിലും ഒന്നാണ്ട് നിസ്കരിച്ചോളൂ. പള്ളിയിൽ ഒന്നാ ജമാഅത്തിനൊക്കെ പങ്കെടുത്താൽ ഉഹുദ് മലയുടെ കനനുസരിച്ചുകൊണ്ട് ലഗേജിന്റെ തൂക്കം എത്രയാണ് വരിക എന്നും പറയാൻ പറ്റില്ല. തീരുമാനം എടുത്തോളി. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്നത്തെ ഒരു തീരുമാനം ഒന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, തറാവി നിസ്കാരത്തിനെ കുറിച്ച്. അതിന്റെ മഹത്വം പറഞ്ഞ്, നമ്മൾ എടുക്കേണ്ട തീരുമാനം പറഞ്ഞ്, തറാവി കൊണ്ട് ദുന്യാവിൽ കാണുന്ന ഒരു ഗുണം പറഞ്ഞ്, ആഖിറത്തിലുള്ള മീസാന്റെ തൂക്കം പറഞ്ഞ്. ഇനി ആരും നഷ്ടപ്പെടുത്തരുത്. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് കുറേശ്ശെ. കാരണം തറാവിക്ക് നിങ്ങൾ ഒരുപാട് 20 റക്അത്ത് ഒരു മസലും കൂടി പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും. പിന്നെ തറാവി നിസ്കാരത്തിൽ കറാഹത്തുകൾ പരമാവധി ഒഴിവാക്കാനാണ് ഞാൻ നോക്കൽ. നിങ്ങളും അങ്ങനെ ചെയ്യണം. അഫ്ളലായ രൂപത്തിൽ തറാവിയ നിസ്കരിച്ചാല് ലാസ്റ്റ് സലാം വീട്ടിയാൽ ഞാനും മൂപ്പരും ഇയാളും ഇങ്ങനെ 5-8 ആൾക്കാരുണ്ടാവും. അപ്പൊ എല്ലാ പള്ളിയിലും ആ പൂർണ്ണ രൂപം എടുക്കാറില്ല, എന്നാ വല്ലാതെ അടിക്ക് പോലില്ല. പക്ഷെ പല പള്ളിയിലും എന്തുണ്ട്, 20 റക്അത്ത് തറാവി കഴിയുമ്പോഴേക്ക് ഒരു 5-8 കറാഹത്ത് വരും. അത് എന്റെ കൂടെ തുടരുന്ന ആളുകൾക്ക് ഉണ്ടാകാൻ പാടില്ല. ഒന്നാമത്തെ കറാഹത്ത് ഞാൻ പറയാം. തറാവി നിസ്കാരം അല്ലാഹു അക്ബർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 2 കറാഹത്ത്. ഏതാ 2 കറാഹത്ത് എന്ന് അറിയോ? വജ്ജത്ത് ഒഴിവാക്കി, ഔദ് ഒഴിവാക്കി. അപ്പൊ നിങ്ങൾ പറയും പഠിച്ചോനെ ഓരോ 2 റക്അത്തിൽ വജ്ജത്ത് ഓതാൻ തുടങ്ങിയാലിപ്പോ അത്തായല്ല മുത്തായ ഏതായാലും മുടങ്ങും. പിന്നെ അത്തായത്തിന്റെ കാര്യം സംശയം. അതിന് വജ്ജത്ത് ദുആഉൽ ഇഫ്തിതാഹ് എന്നാണ് അതിന്റെ പേര്. നിങ്ങൾ വജ്ജത്ത് മുഴുവൻ ഞാൻ ഒരു സ്പെഷ്യൽ ദുആ പഠിപ്പിച്ചരാ. ഇന്ത്യയിലെ കിതാബിലുള്ള പഠിപ്പിക്കട്ടെ. ഞാൻ ചൊല്ലിയിട്ട് നിങ്ങൾ എല്ലിയാ മതിയെന്ന്. ഞാൻ 2 റക്അത്ത് ഇടുമ്പോ ഇത് ചൊല്ലാതെ ഞാൻ ബിസ്മിക്ക് കയറൂല. എന്തായാലും അറിയോ? അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. ഖറാഅത്ത് നീങ്ങി, സുന്നത്ത് കിട്ടി. അതെല്ലോക്കാണി അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. ഖലാസ്. അതിന് നാളെ ബുദ്ധിമുട്ടാവോ? നിങ്ങളെ കുറെ ആളുകൾക്ക് ഖറാഅത്ത് വന്നിട്ടുണ്ട്, ഇത് ചൊല്ലാത്തോണ്ട്. നാളെ വരരുതെന്ന് ഞാൻ പറഞ്ഞു. പഠിച്ചാൻ പുരാനെ ദേശീയായോ? പള്ളി 20 ഒപ്പിച്ചാണ് അതിന്റെ അടുക്ക എന്റെ ഖറാഅത്ത് നീക്കലും സ്വീപ്പായോ? ഒന്നും കൂടി ചൊല്ലിയാ വേഗം കിട്ടുമല്ലേ? അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. പിന്നെ ഒരു അഊദ് പിന്നെ ഞങ്ങൾക്ക് ചൊല്ലി പഠിപ്പിക്കണം. അപ്പൊ ആരണല്ലോ ഫൈദാ ഖറഅത്തുൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ആയത്തല്ലേ.
ഇത് രണ്ടും എന്താ ഒന്ന് ആദ്യത്തെ നമ്മൾ നിയ്യത്ത് വെച്ച് തുടങ്ങുമ്പോഴാണ് ദ്വാ ഉള്ളത്. പിന്നെ എല്ലാത്തിലും അഴുത് ചേർത്ത് കൊടുക്കാമല്ലോ. അതിന് ഒരു 3-4 സെക്കൻഡല്ലേ വരുള്ളൂ. ആ കറാത്ത നീ കിട്ടും. ഒന്ന്. രണ്ടാമത്തെ പിന്നെന്താ വെച്ചാല് നമ്മൾ ഈ തറാവീൽ ഇപ്പൊ നിങ്ങളായാലും സുന്നത്ത് നമ്മൾ ഈ റവാത്തി വിസ്കരിക്കുമ്പോഴും സൂറത്ത് ഓതണം. ഒരു ഇഞ്ച് സൂറത്ത് മുഴുവൻ ഓതാൻ പറ്റില്ലെങ്കിൽ ഒരു ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീമെങ്കിലും ഓതണം. അത് ഒരായത്താണ്. ഓതുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും. ഞാൻ സുന്നത്ത് നിസ്കാരത്തിൽ സൂറത്ത് ഓതുന്ന ആളാണ്, വജ്ജത്ത് ഓതുന്ന ആളാണ്. ഇപ്പോഴല്ല, റവാത്തിബിൽ തന്നെ ഞാൻ ഓതുന്ന ആളാണ്. 25 കൊല്ലമായിട്ട് ഓതുന്ന ആളാണ്. പിന്നെ അത്ര തിരക്കുണ്ടാണ്. ഇപ്പൊ ട്രെയിൻ അവിടെ വന്നിട്ട് കൂക്ക് വിളിക്കുന്നുണ്ട്, ഇവിടെ പേപ്പർ വെച്ചിട്ട് നിസ്കരിക്കുകയാണ്. അപ്പൊ വജ്ജത്ത് ഓതി നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. അങ്ങനത്തെ ചില ഘട്ടങ്ങളിലല്ലാത്ത എല്ലാ സമയത്തും ഞാൻ വജ്ജത്ത് ഓതലുണ്ട്, സൂറത്ത് ഓതലുണ്ട്. എന്തിനകത്ത് ഒഴിവാക്കണ? ഏതായാലും പായസം കുടിക്കണം, അണ്ടിപ്പരിപ്പ് മുന്തിരിയും കിടക്കട്ടെ എന്ന്. ഏതായാലും കുടിക്കല്ലേ. അപ്പൊ അതുകൊണ്ട് അണ്ടിപ്പരിപ്പും മുന്തിരിട്ട പായസമാവണമെന്ന് എല്ലാ സുന്നത്ത് നിസ്കാരം. നിങ്ങൾക്ക് സംഗതി മനസ്സിലായില്ലേ? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇത് മാത്രമേ ഇന്ന് ഓർമ്മയിൽ പെടുത്തുന്നുള്ളൂ. ലാസ്റ്റ് അത്തഹിയ്യാത്തിൽ ഒരു കറാത്ത് വരുന്നുണ്ട്. അതും കൂടിയാണ് പറഞ്ഞ നേരം വിഭവം. അത്തഹിയ്യാത്തുൽ മുബാറക്കാത്തു സലവാത്തു ത്വയ്യിബാത്തുലില്ല. അതൊക്കെ നിങ്ങൾ അത്തഹിയ്യാത്തുലില്ല എന്ന് പറഞ്ഞാലും കൂലി കിട്ടും. ഇടക്കുള്ളത് കട്ട് ചെയ്ത കറാത്ത് വരില്ല. പക്ഷെ കറാത്ത് വരും. എന്തെന്നറിയോ? നമ്മൾ അത്തഹിയ്യാത്തിന്റെ ലാസ്റ്റ് ഒരു ദുആ ഉണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി. അത് ഒഴിവാക്കിയ കറാത്ത്. അപ്പൊ നിങ്ങൾ നാളെ മുതൽ എന്ത് ചെയ്താൽ മതി? അത്തഹിയ്യാത്തുൽ മുബാറക്കാത്തു സലവാത്തു ത്വയ്യിബാത്തുലില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ ഇപ്പൊ എത്തുന്ന നേരം ഞാനൊക്കെ ചെല്ലലുണ്ട് കേട്ടോ. അത്തഹിയ്യാത്തുലില്ല, അസ്സലാമു അലൈക അയ്യുഹൻ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. പിന്നെ ഇബ്രാഹിമിയ സലാത്ത് മുഴുവൻ ചൊല്ലാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതൊന്നും കൊണ്ട് ചുരുക്കിയാൽ മതി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. പിന്നെ ലാസ്റ്റത്തെ കൊണ്ട് കെട്ടിച്ചാൽ മതി, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി. എന്നാ കറാത്ത് വരൂല. ഇത് പറ്റുന്നവരൊക്കെ തറാവീൽ എന്ന് മാത്രമല്ല എല്ലാ സുന്നത്ത് നിസ്കാരത്തിലും ചെയ്യുകയാണെങ്കിൽ കറാത്തുകൾ ഒഴിഞ്ഞിട്ടും. മറ്റേ ഒരുപാട് സുന്നത്ത് നിസ്കരിക്കും കറാത്ത് ചെയ്യും. തെറ്റുണ്ട് എന്നല്ല, കറാത്ത് തന്നെ ശിക്ഷല്ല, ശിക്ഷയുള്ള കറാത്തല്ല. എന്നാലും ഒഴിവാക്കിയാൽ വളരെ ഇഷ്ടമാണ് അള്ളാഹ്ക്ക്. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. തറാവീന് ശേഷം 30 ദിവസം നമ്മൾ ഈ കബറാളികൾക്ക് വല്ലതും കൊടുത്തിട്ടാണ് പോവാ. നിങ്ങൾക്ക് ഒഴിവില്ലല്ലോ. ഒരു 11 സലാത്ത് അത്രേ ഉള്ളൂ. നമ്മളെ മൂസൂട്ടിയൊക്കെ മിഞ്ഞാന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ദ്വാരക്കാൻ ചീരിഞ്ഞും കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു 11 സലാത്ത് എല്ലാവരും കൂടി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين حمدا طيبا مباركا فيه جزيلا جميلا دائما بدوام ملك الله. اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم. പടച്ചോനെ, ഞങ്ങൾ വന്നതും നിസ്കരിച്ചതും ഇരുന്നതും ഇൽമ പറഞ്ഞതും കേട്ടതും നീ കബൂലാക്കണേ അല്ലാഹ്. സ്വലാത്തുകൾ നീ കബൂലാക്കണേ അല്ലാഹ്. നിന്റെ അഹബ്ബായ ഞങ്ങളുടെ ഷഫീആയ സയ്യിദായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയിലേക്ക് മറ്റ് അമ്പിയാക്കൾ മുർസലീങ്ങൾ അവിടുത്തെ അസ്ഹാബ് അസ്വാജ് ആല് അഹ്ലു ബൈത്ത് ഖവാസുൽ ഖവാസിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള ആണ് പെണ്ണ് ജിന്നിൻസ് വ്യത്യാസമില്ലാതെ എല്ലാ മഹാന്മാർ മഹദികളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. ഒരു ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ മാതാപിതാക്കളിൽ പലരും ഖബറിലാണ്, അവർക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഈ പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്ത്, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്ത്, പ്രത്യേകിച്ച് ഞങ്ങളോട് പ്രാർത്ഥനയ്ക്ക് പ്രേരിപ്പിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട മൂസകുട്ടിയാക്ക, അവർക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്.
അവരുടെ എല്ലാം ഖബറുകൾ നീ വിശാലമാക്കണേ അല്ലാ, സൗരഭ്യമാക്കണേ അല്ലാ. റഹ്മത്തിന്റെ പത്തിൽ അവർക്ക് റഹ്മത്ത് പേമാരി പോലെ ഇറക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അതൊക്കെ നിന്റെ ത്വാഅത്തിലും ദഅവത്തിലുമാക്കി തരണേ അല്ലാ. ഈ സദസ്സിൽ പങ്കെടുത്തവരെ ഞങ്ങളോട് ബന്ധപ്പെട്ട ഒരാളെയും നരകത്തിൽ കത്തിക്കല്ല അല്ലാ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹ്മത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ് اجعلنا من خيار أمته ومن محبه يا رب العالمين. أشهد أن لا إله إلا الله واستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله واستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله واستغفر الله أسألك الجنة وأعوذ بك من النار. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين.